എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 2024 ഒക്ടോബർ മാസത്തെ സാമാന്യ നക്ഷത്രഫലമാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ അടുത്ത ഒരു മാസത്തെ ഒക്ടോബർ മാസത്തെ സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഗ്രഹചാര ഫലത്തെ ആസ്പദമാക്കിയിട്ടുള്ള, ഗ്രഹസഞ്ചാരത്തെ ആസ്പദമാക്കിയുള്ള ഫലം. വളരെ ചെറിയൊരു കാലയളവിലേക്കുള്ള ഫലമാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ മാസത്തെ ഗ്രഹമാറ്റങ്ങളൊന്ന് നോക്കാം. ആദിത്യൻ, അതായത് സൂര്യൻ, ഒക്ടോബർ 16 വരെ കന്നി രാശിയിലാണ്. അതിനുശേഷം തുലാം രാശിയിലേക്ക് കടക്കും. ആദിത്യൻ 3 നക്ഷത്രങ്ങളിൽ കൂടെ കടക്കുന്നുണ്ട്: അത്തം, ചിത്തിര, ചോതി. ചന്ദ്രനാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് കറുത്തപക്ഷത്തിലാണ് നിൽക്കുന്നത്. ഒക്ടോബർ 2-ാം തീയതി ബുധനാഴ്ച അമാവാസിയായിരുന്നു. 17-ാം തീയതിയാണ് പൗർണമി വരുന്നത്. ഒക്ടോബർ 4 മുതൽ 13 വരെ കേരളത്തിലെ നവരാത്രിക്കാലമാണ്. നമുക്കറിയാം, ദേവീ പൂജയ്ക്ക് വളരെയേറെ പ്രാധാന്യമുള്ള കാലമാണ്. ദുർഗാദേവിയെ 9 ഭാവങ്ങളിൽ പൂജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷത്തെ നവരാത്രി ഈ സമയത്ത് വരുന്നത് കൊണ്ട് തന്നെ ദേവീ പൂജയ്ക്ക് ഏറ്റവും പ്രധാനമാണ്. അപ്പം ചൊവ്വ മുഖാന്തരമായിട്ടോ ചന്ദ്രൻ മുഖേനയോ ഒക്കെ ദോഷം അനുഭവിക്കുന്ന ആളുകൾക്ക്, അതുപോലെ ഒരു പരിധിവരെ ശുക്രൻ ദോഷകരമായിട്ട് വരുന്നവർക്കൊക്കെ ഈ നവരാത്രി കാലത്തുള്ള പൂജ, അല്ലെങ്കിൽ നവരാത്രി കാലത്ത് ഏതായാലും നമ്മളിൽ ഭൂരിഭാഗം പേര് നവരാത്രി കാലത്ത് ദേവീ ക്ഷേത്ര ദർശനം നടത്തും. അപ്പോൾ അവർക്ക് ദോഷപരിഹാരത്തിന് ഏറ്റവും പറ്റിയ ഒരു കാലഘട്ടമാണ് ഈ നവരാത്രി കാലം. അതുകൊണ്ടാണത് പ്രത്യേകം സൂചിപ്പിച്ച് തന്നെ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ദേവീ ബന്ധമുള്ള ഗ്രഹങ്ങൾക്കാണെങ്കിലും, ദേവീ സ്വരൂപവുമായിട്ട് ബന്ധമുള്ള ഗ്രഹങ്ങൾക്കാണെങ്കിലും, അതുപോലെ തന്നെ ദേവീഭാവം അനുകൂലമല്ലാതെ നിൽക്കുന്നവർക്കൊക്കെ ഈ സമയത്ത് വളരെ ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പരിഹാരങ്ങളിലൂടെ ഗുണകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചൊവ്വയും ശുക്രനുമൊക്കെ ദേവീ ബന്ധമുള്ള ഗ്രഹങ്ങളാണ്. ചന്ദ്രനും. ശനിയാണെങ്കിൽ കുംഭൻ രാശിയിൽ ചതയ നക്ഷത്രത്തിലെ വക്രഗതിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കുറേ നാളുകളായിട്ട് വക്രഗതിയിലാണ്. വ്യാഴമാണെങ്കിൽ ഇടവൻ രാശിയിൽ മകയിര നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. രാഹു മീനൻ രാശിയിലെ ഉത്രട്ടാതിയിലൂടെ സഞ്ചരിക്കുകയാണ്. കേതു കന്നി രാശിയിൽ അത്തത്തിലൂടെ സഞ്ചരിക്കുന്നു. ബുധൻ കന്നി രാശിയിലുണ്ട്. ഒക്ടോബർ 10 ആകുമ്പോഴത്തേക്കും ബുധൻ തുലാം രാശിയിലേക്ക് കടക്കും. ഒക്ടോബർ 30 വൃശ്ചികൻ രാശിയിലേക്ക് കടക്കും. ശുക്രനാണെങ്കിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തുലാം രാശിയിൽ, സ്വന്തം മൂലക്ഷേത്രമായ തുലാം രാശിയിലാണ്. ഒക്ടോബർ 13 ആകുമ്പോഴത്തേക്കും വൃശ്ചികൻ രാശിയിലേക്ക് സ്ഥാനം മാറും. ചൊവ്വ മാസത്തിൻ്റെ ആരംഭത്തിൽ മിഥുനൻ രാശിയിലാണ്. ഒക്ടോബർ 20 ചൊവ്വ ചൊവ്വയുടെ നീചക്ഷേത്രമായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ഒക്ടോബർ 28 വരെ ചൊവ്വ പുണർന്ന നാളിൽ കൂടെ സഞ്ചരിക്കും. പിന്നെ പൂയത്തിലേക്ക് കടക്കും. അപ്പോൾ ചൊവ്വയെ സംബന്ധിച്ച് ദേവീഭാവവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വ ഓജരാശിയിലാണ് സുബ്രഹ്മണ്യനെയാണ് സൂചിപ്പിക്കുന്നത്. യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചൊവ്വ ദേവീബന്ധമുള്ള ഗ്രഹമായതുകൊണ്ട് തന്നെ ചൊവ്വയുടെ നീചരാശിയിലേക്കുള്ള മാറ്റം പല മാറ്റങ്ങൾക്കും കാരണമാകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ദേവീഭാവത്തിൽ അല്ലെങ്കിൽ ദേവിയെ പൂജിക്കുന്നത് ആ ദോഷങ്ങൾക്ക് പരിഹാരമാണ്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം. അപ്പോൾ നമുക്ക് ഓരോ നാളുകളുടെ കാര്യങ്ങൾ ചുരുക്കത്തിലൊന്ന് നോക്കാം. ആദ്യത്തേത് അശ്വതി നക്ഷത്രമാണ്. അവർക്ക് ഒക്ടോബർ പകുതി വരെ ഗുണകരമാണ്. 10-ാം തീയതി വരെ വളരെ അനുകൂലമാണ് മേടക്കൂറുകാർക്ക്. ആദ്യത്തെ സൂര്യനും അതുപോലെ തന്നെ ബുധനും കേതുവും 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് മിക്ക കാര്യങ്ങളിലും കാര്യവിജയം ഉണ്ടാകുന്നതാണ്. അതായത് ബുധാദിത്യ യോഗമുണ്ട്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം കിട്ടുന്നതാണ്. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടും. അതായത് സമൂഹത്തിന് ഗുണമുള്ള ചില കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുക്കും. പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അതിനുള്ളൊരു ത്വര ഉണ്ടായിരിക്കും. അത് പഠനത്തിലാണെങ്കിലും സാമൂഹ്യമായ കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളാണെങ്കിലും അറിയാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉള്ളിലുണ്ടാവും. ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ട് പ്രവർത്തിച്ച് കൂടെയുള്ളവരെ കൂടെ നന്നായിട്ട് ഉത്സാഹിപ്പിച്ച് കൂട്ടത്തിൽ കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ വിജയത്തിലെത്തിക്കാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കും.
നല്ല ഉത്സാഹശീലം ഉണ്ടായിരിക്കും. നല്ല ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഈ അശ്വതി നക്ഷത്രക്കാരുടെ കൂട്ടത്തിൽ കൂടാനായിട്ട് ആളുകൾ എത്തിച്ചേരും. മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളിൽ ആത്മാഭിമാനം തോന്നുന്ന കാലമാണ്. സഹോദരന്മാരുടെ സഹകരണം ലഭിക്കുന്നതാണ്. ഒക്ടോബർ 17 ആകുമ്പോഴത്തേക്ക് സൂര്യൻ മാറുന്നത് കൊണ്ട് ഗുണാനുഭവങ്ങൾ കുറയുന്നതാണ്. രാശിയാധിപനായ ചൊവ്വ ഒക്ടോബർ 20 നീചരാശിയിലേക്ക് മാറുന്നത് ഗുണകരമല്ല. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മഹാദേവനും ഭദ്രകാളി ദേവിക്കും വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. ശിവനും ദേവിക്കും വഴിപാട് ചെയ്യണം, വളരെ ഗുണകരമാണ്. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ഏറ്റവും ഗുണകരമാണ്. അപ്പോൾ ഈ ചൊവ്വ മാറുമ്പോൾ മേടക്കൂറിൽപ്പെട്ടവരുടെ ഒരു പ്രത്യേകത എന്താണ്? അവരുടെ രാശി അധിപനാണ് ചൊവ്വ. മേടൻ രാശിയുടെ അധിപനാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വ നീചരാശിയിലോട്ട് പോകുമ്പോഴത്തേക്കും രാശ്യാധിപനൊരു ബലക്കുറവ് അവിടെ അനുഭവപ്പെടും. അത് പരിഹരിക്കാനാണ് ദേവിക്ക് വഴിപാടുകൾ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെയും കുടുംബത്തിൽ സമാധാനക്കുറവൊന്നും വരാതെയും ഒക്കെ ചെയ്യാനായിട്ടാണ് മഹാദേവനൂടെ വഴിപാട് കഴിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ സ്വാമിക്ക് വഴിപാട് ചെയ്യുന്നതും വളരെ ഗുണകരമാണ്. സർപ്പദൈവങ്ങൾ കുടുംബ ദേവതയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിലോ ഉണ്ടെങ്കിൽ അവിടെ ഒരു 100 പാലും കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അടുത്ത ഭരണി നക്ഷത്രമാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയിലെ പല കാര്യങ്ങളിലും വിജയമുണ്ടാകുന്ന അനുകൂലമായ ഒരു ഗ്രഹസ്ഥിതിയാണ് അവർക്കുള്ളത്. തൊഴിൽ രംഗം ഗുണകരമായിരിക്കും. ജോലി ലഭിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഗവേഷണത്തിലും ഉന്നത പഠനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമാണ്. ജീവിത നിലവാരം ഉയർത്താനായിട്ട് സാധിക്കും. ബുധനും ശുക്രനുമൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് ആദായം ലഭിക്കാൻ ഇടയുണ്ട്. അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നേരത്തെ നടത്തിയ നിക്ഷേപങ്ങൾ ഈ സമയത്ത് വിറ്റാൽ നല്ല ആദായം കിട്ടുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പിന്നെ കാർഷിക ആദായവും വർദ്ധിക്കുന്നതാണ്. ശനി 11ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്, വക്രത്തിലാണ് എങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിയിൽ നിന്ന് സാമാന്യമായ ലാഭം കിട്ടുന്നതാണ്. ഒക്ടോബർ 17 ആകുമ്പോഴത്തേക്കും സൂര്യൻ രാശി മാറും. അതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ കുറയും. അതുപോലെ രാശിയാധിപനായ ചൊവ്വ നീചരാശിയിലേക്ക് പോകുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും. അപ്പം ഭരണി നക്ഷത്രക്കാർക്ക് തോന്നാനിടയുള്ളൊരു കാര്യം, ജീവിതത്തിൽ പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന ഒരു സ്പീഡിൽ മുന്നോട്ട് പോകുന്നില്ല, ജീവിതത്തിനൊരു വേഗതയില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായേക്കാം. പിന്നെ വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ പണച്ചെലവ് ഉദ്ദേശിക്കുന്നതിലും വർദ്ധിക്കുന്നതുമാണ്. ഇതാണ് അവരുടെ സാമാന്യ ഫലം. പിന്നെ ശനി 11 സഞ്ചരിക്കുന്നതിൻ്റെ ഗുണം ലഭിക്കാനായിട്ട് ശാസ്താവിന് വഴിപാട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നീരാഞ്ജനം, നെയ്വിളക്ക്, പിന്നെ മണികണ്ഠ മംഗളാർച്ചന എന്നൊരു വഴിപാടുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ ശാസ്താവിൻ്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് 108 നാമങ്ങൾ ജപിച്ച് അർച്ചന ചെയ്യുന്നതാണ് മണികണ്ഠ മംഗളാർച്ചന. അപ്പോൾ അത് നടത്തുന്ന ശാസ്താക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ അത് പങ്കെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ദേവി ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ശിവനും വഴിപാട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം നിങ്ങളുടെ ധനസ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്താൽ മതി. പക്ഷേ എന്തെങ്കിലും ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ദേവി ഭാവത്തിനുള്ള, അതായത് നീചരാശിയിലേക്ക് ചൊവ്വ പോകുമ്പോഴത്തേക്കും ദേവിയുടെ ആ ഭാവം ഒന്ന് മാറും. അതായത് ദേവിക്ക് തന്നെ ഒരുപാട് ഭാവങ്ങളുണ്ടല്ലോ. സൗമ്യഭാവമുണ്ട്, രൂക്ഷഭാവമുണ്ട്, രൗദ്രഭാവമുണ്ട്. അപ്പോൾ ഈ ഭാവങ്ങൾ മാറും രാശി മാറുന്നതനുസരിച്ച്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും ചെറുതായിട്ടൊന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടൊരു വഴിപാടുകൾ ചെറിയ തോതിലാണെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ്. അടുത്ത കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം 2 കൂറിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ കാൽഭാഗം മേടക്കൂറിലും ബാക്കി 3/4 ഭാഗം ഇടവക്കൂറിലുമാണ്. മേടക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി കൂടുതൽ ഗുണകരമായിരിക്കും. അതേസമയത്ത് ഇടവക്കൂറുകാർക്ക് 2ാം പകുതിയായിരിക്കും കൂടുതൽ ഗുണം കൊടുക്കുന്നത്. കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും. ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹകരണമൊക്കെ ഉണ്ടാകും. ഇഷ്ടപ്പെട്ട പല വസ്തുക്കളും വാങ്ങാനായിട്ട് സാധിക്കും. വീട്ടിൽ പൊതുവെ സ്വസ്ഥമായ അന്തരീക്ഷം ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായിട്ട് ചേർന്ന് ഉല്ലാസയാത്ര നടത്താനൊക്കെ സാധിക്കുന്നതാണ്. കിടപ്പ് രോഗികൾക്ക് രോഗം അല്പം കുറയുന്നതാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് മാസത്തിൻ്റെ 2ാം പകുതിയിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊരല്പം ഞെരുക്കവും കൂടുതലായിരിക്കും.
ഇടവക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. പ്രണയം ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വിജയിക്കണം എന്നില്ല ഈ സമയത്ത്. അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകാം. ബന്ധുക്കളുടെയോ അടുത്ത സുഹൃത്തുക്കളുടെയോ ഒക്കെ ഇടപെടലിൽ ചില ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും. പിന്നെ അവരുടെ വഴിപാടുകളെപ്പറ്റി നോക്കുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് പട്ട് സമർപ്പിച്ച് ഭസ്മാഭിഷേകം കൂടെ ചെയ്യുക. അതോടൊപ്പം തന്നെ ദേവിക്കും ശിവനും വഴിപാടുകൾ ചെയ്യുക. ഇടവക്കൂറുകാരെ ജന്മവ്യാഴ ദോഷത്തിനുള്ള പരിഹാരം കൂടെ ചെയ്യേണ്ടതാണ്. വ്യാഴം അവരുടെ ജന്മക്കൂറിൽ കൂടെയല്ലേ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗത്തുള്ളവർ വ്യാഴ ദോഷത്തിനുള്ള പരിഹാരം കൂടെ ചെയ്യുക. നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് അർച്ചന ചെയ്യുക. അതോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാന് പാൽപ്പായസമോ തുളസിമാലയോ താമര മൊട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ഇനി അതിനൊന്നും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു നെയ്വിളക്കെങ്കിലും തെളിയിക്കുക. അത് വളരെ നല്ലതാണ്. പണം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നദാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ സമയത്ത് ഒരുപാട് ഗുണകരമാണ്. അടുത്ത രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി അത്ര ഗുണകരമല്ല. പല കാര്യത്തിലും ആദ്യം എടുക്കുന്ന തീരുമാനം മാറ്റേണ്ട സാഹചര്യങ്ങൾ പിന്നീട് ഉണ്ടായേക്കാം. ആലോചനകളും ഒക്കെ വീണ്ടും പലതവണ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകും. അതായത് ഒരിക്കൽ ഉറപ്പിച്ച കാര്യം പിന്നെയും മാറ്റി തീരുമാനമെടുക്കും. സൗഹൃദങ്ങളും ബന്ധുക്കളുമൊക്കെ മാറി പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരു ചെറിയ ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യം ഏറ്റെടുത്തിട്ട് സമയത്ത് തീർത്തു കൊടുക്കാത്തതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ മറ്റുള്ളവർ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. എങ്കിലും രണ്ടാമത്തെ ഭാഗമാകുമ്പോഴത്തേക്കും മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കുറച്ച് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. കൃഷിയിൽ നിന്നൊക്കെയുള്ള ആദായമുണ്ടാകും. ഭൂമിയിൽ നിന്ന് പണം ലഭിക്കും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ആദായമായിട്ടോ അല്ലെങ്കിൽ ഭൂമി വിൽക്കുന്നതിലൂടെയോ ആദായം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കൊക്കെ ഗുണകരമായ കാലഘട്ടമാണ്. സാങ്കേതിക വിജ്ഞാനം ആർജിക്കാനായിട്ട് സാധിക്കും. സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ഈ സാങ്കേതിക വിജ്ഞാനത്തിലൂടെ കൂടുതൽ ധനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ജോലി ചെയ്യുന്നിടത്ത് പൊതുവെ സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും. വിജയമുണ്ടാകും ജോലിയിൽ. ധനപരമായിട്ട് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ആശ്വാസം അനുഭവപ്പെടുന്നതാണ്. കുടുംബത്തിന് വേണ്ടിയും സന്താനങ്ങൾക്ക് വേണ്ടിയൊക്കെ പല കാര്യങ്ങളും ആലോചിച്ചുറപ്പിക്കാനും കുറേ കാര്യങ്ങൾ തുടങ്ങി വെക്കാനുമൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് പൂർണ്ണമായും ഗുണകരവുമല്ല പൂർണ്ണമായും ദോഷകരവുമല്ല. ഒരല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട കാലമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. എങ്കിലും അത്ര ദോഷകരമൊന്നുമല്ല. രോഹിണി നക്ഷത്രക്കാർ ഇപ്പോൾ പ്രധാനമായിട്ടും വിഷ്ണു ഭജനം നടത്തേണ്ടതാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ധനഭാഗ്യ യോഗത്തിനായിട്ട് വിഷ്ണു മന്ത്രമോ ധനകുബേര മന്ത്രമൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. ധനഭാഗ്യ യോഗത്തിന് കുറേ മന്ത്രങ്ങളുണ്ട്. വിഷ്ണു ഭഗവാനെ കൊണ്ടുള്ളതുണ്ട്, കുബേരനെ കൊണ്ടുള്ളതുണ്ട്, ദേവീ മന്ത്രങ്ങളുണ്ട്, സുബ്രഹ്മണ്യ മന്ത്രങ്ങളുണ്ട്. അങ്ങനെ പല വിവിധ മന്ത്രങ്ങളുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ജപിക്കുന്നത് നല്ലതാണ്. ധനകുബേര മന്ത്രം എന്ന് പറയുന്നത് ഒരു നിഷ്ഠയോടെ എടുക്കേണ്ടതാണ്. അപ്പോൾ ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ടാണ് അത് ഞാൻ വിശദീകരിക്കാത്തത്. അത് നിങ്ങൾ പുസ്തകങ്ങൾ നോക്കി മനസ്സിലാക്കുക. അത് ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധനഭാഗ്യ യോഗം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഉണ്ടാകും. പിന്നെ ശിവനും ദേവിക്കും വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നത് നല്ലതാണ്. അടുത്ത മകയിരം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. മകയിരം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പകുതി ഇടവക്കൂറിലും രണ്ടാമത്തെ പകുതി മിഥുനക്കൂറിലും. അതിൽ ഇടവക്കൂറുകാർക്ക് 5ലും 6ലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 4ാം ഭാവത്തിലും 5ാം ഭാവത്തിലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ സൂര്യനും വിജ്ഞാനവുമായിട്ട് അറിവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് തന്നെ അറിവ് ആർജിക്കാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ അതിനുള്ള ഒരു ആർജവം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കും. പ്രത്യേകിച്ചും ടെക്നോളജിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പ്രയോഗിക്കാനും ഒക്കെ നല്ല ഉത്സാഹമുണ്ടാകും. ഈ മിഥുനക്കൂറുകാർക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാസം കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അലസത ആരംഭിക്കും. അതൊന്ന് മറികടക്കുക. പക്ഷേ അലസത ഉണ്ടായാലും അവർക്ക് ലക്ഷ്യങ്ങളൊക്കെ നേടാൻ സാധിക്കും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും സർട്ടിഫിക്കറ്റ് കിട്ടാനും ഒക്കെ സാധിക്കുന്നതാണ്. പിന്നെ മകര നക്ഷത്രക്കാർ നേരിടാനിടയുള്ളൊരു പ്രധാന പ്രശ്നം കൂടെ പറയാം. പല ആൾക്കാരും നമുക്ക് ഉപദേശങ്ങൾ നൽകാനായിട്ട് വരും. ബന്ധുക്കൾ, മാതാപിതാക്കൾ, കൂട്ടുകാർ, അയൽക്കാർ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിലോട്ട് ഇടപെടാനായിട്ട് ശ്രമിക്കും.
ദയവ് ചെയ്ത് അതിലെ നല്ല കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. മറ്റു കാര്യങ്ങളിൽ സ്വന്തമായിട്ട് ആലോചിച്ച് നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ ജീവിത നിലവാരത്തിനും നമ്മുടെ അറിവിനുമൊക്കെ പറ്റിയ മാർഗ്ഗം ഏതാണോ അത് തിരഞ്ഞെടുക്കുക. മറ്റൊരാളുടെ അഭിപ്രായപ്രകാരം പോകുമ്പോഴത്തേക്കും നമ്മുടെ വ്യക്തിത്വമാണ് അവിടെ മങ്ങലേൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 4 തവണ ആലോചിച്ച്, അല്ലെങ്കിൽ 10 തവണ ആലോചിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ അഭിപ്രായങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മറ്റുള്ളവർ പറഞ്ഞു തരുന്നതിൽ നിന്നുള്ള നല്ല അംശങ്ങൾ മാത്രം എടുക്കുക. ഈ ആളുകൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം നല്ലതും കാണും, അതിനകത്ത് അപ്രായോഗികമായതോ മോശമായതുമായ കാര്യങ്ങൾ കാണും. അപ്പോൾ അപ്രായോഗികമായിട്ടും മോശമായിട്ടുള്ളതിനെ തള്ളുക, നല്ലതിനെ സ്വീകരിക്കുക. മുടങ്ങിപ്പോയ പഠനമൊക്കെ പുനരാരംഭിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ബന്ധുഗൃഹങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എന്നാൽ വാഹനം വാങ്ങിക്കാനുള്ള അനുകൂല സമയമല്ല എന്നുള്ളതും ശ്രദ്ധിക്കുക. നല്ല കൂട്ടുകാരെയൊക്കെ കിട്ടാൻ ഇടയുള്ള സമയമാണ്. വസ്തുവ്യാപാരം അല്പം മാന്ദ്യം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് വസ്തുവ്യാപാരത്തിൽ. അതുപോലെ തന്നെ മാതാപിതാക്കളുമായിട്ട് അകന്നു നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വായ്പകൾ അടയ്ക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുന്ന അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായേക്കാം. എങ്കിലും ഈ മാസം അധികം പുതുതായിട്ട് കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. പഴയവ അടച്ചു തീർക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. നമുക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് കുറേശ്ശെ അടച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വഴിപാടുകളെ പറ്റി നോക്കുമ്പോൾ മകയിര നക്ഷത്രക്കാർ സർപ്പദൈവങ്ങൾക്ക് പ്രധാനമായിട്ട് വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശാസ്താവിനും ശിവനും ദേവിക്കും യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ അർച്ചനയാകാം, നെയ്വിളക്കാകാം, അല്ലെങ്കിൽ എണ്ണ സമർപ്പിക്കലാകാം, കെടാവിളക്കിൽ ഭസ്മാഭിഷേകമാകാം, അങ്ങനെ ഓരോ കുങ്കുമ അർച്ചനയാകാം. ഇതൊക്കെ ദേവിക്കാണ് കുങ്കുമാർച്ചന, ശിവന് ഭസ്മമാണ് സമർപ്പിക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ചെറിയ വഴിപാടുകളുണ്ട്. അതിലേതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഏതാണോ അത് ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഐശ്വര്യം നേടാൻ വളരെ ഗുണകരമായ കാര്യമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. തിരുവാതിര നക്ഷത്രം മിഥുനക്കൂറിലാണ് ഉൾപ്പെട്ട് വരുന്നത്. മിഥുനക്കൂറുകാർക്ക് 4ലും 5ലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കാൻ പോകുന്നത്. പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അപ്പം 4ാം ഭാവം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ഭാവമാണ്. 5ാം ഭാവം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഭാവവുമാണ്. അപ്പോൾ അവിടെ സൂര്യൻ സഞ്ചരിക്കുമ്പം, സൂര്യൻ പാപഗ്രഹമാണല്ലോ, ഒരുപാട് ഗുണങ്ങൾ വേറെ തരുന്നുണ്ടെങ്കിലും ബേസിക്കലി ഒരു പാപഗ്രഹമാണ് സൂര്യൻ. അതുകൊണ്ട് മനസ്സിന് സമ്മർദ്ദങ്ങളുണ്ടാവും. പിന്നെ ചൊവ്വയും കൂടെ ജന്മരാശിയിൽ ഉണ്ട്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ ജന്മക്കൂറിൽ കൂടെ സഞ്ചരിക്കുന്നു. അതുകൊണ്ടൊരു കരുതൽ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കണം. സാഹസങ്ങളൊന്നും ചെയ്യാൻ പറ്റിയ കാലഘട്ടമല്ല. അതായത് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നർത്ഥം. 2 3 തവണ ആലോചിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. ധനപരമായിട്ട് നല്ല അച്ചടക്കം പാലിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ വൃദ്ധജനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ജാമ്യം നിൽക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്ഷി പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു നല്ല ശ്രദ്ധ വേണം. ജാമ്യം നിൽക്കുന്നത് കഴിയുന്ന ഒഴിവാക്കുന്നതാണ് നല്ലത്. ചൊവ്വയുടെ സ്ഥിതി കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജോലി മാറി മറ്റൊരു ജോലി നേടാനായിട്ട് ശ്രമിക്കുന്നത് കാലം അത്ര അനുകൂലമല്ല എന്നുള്ളതും മനസ്സിലാക്കുക. കലാകാരന്മാർക്ക് പൊതുവെ ഗുണകരമാണ്. നല്ല ഭാവനയും നല്ല എഴുത്തും, അതായത് കവിത കഥയൊക്കെ എഴുതുന്നവർക്ക് നല്ലതാണ്. സാഹിത്യമൊക്കെ രചിക്കുന്നവർക്ക്, അതുപോലെ നാടകരംഗത്തും സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ കാലഘട്ടമാണ്. പിന്നെ ബുധൻ നല്ല ബുദ്ധി സാമർഥ്യം നൽകുന്നതാണ്. സമയോചിതമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകളെന്ന് പറയുന്നത് ശിവന് ഭസ്മാഭിഷേകം ചെയ്യുക, കൂവള പുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുക, ദേവിക്കൊരു കടുംപായസം സമർപ്പിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണകരമാണ്. നിലവിലുള്ള ജോലിക്ക് പുറമെ മറ്റേതെങ്കിലും ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, തിരുവാതിരക്കാർക്ക് ഈ സമയത്ത് നിലവിലുള്ള ജോലിക്ക് പുറമെ മറ്റെന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് ചെയ്യാനായിട്ടൊരു താല്പര്യം ഉണ്ടാകാനിടയുണ്ട്. അവർ വിഷ്ണു ഭഗവാനും ഹനുമാൻ സ്വാമിക്കും കൂടെ വഴിപാട് ചെയ്തിട്ട് വേണം ആ സംരംഭത്തിലേക്ക് കടക്കാൻ. കാരണം ചില തടസ്സങ്ങൾ ഇതിനിടയ്ക്ക് വന്നു പെടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില ആരോപണങ്ങളും ഉണ്ടായേക്കാം. അത് ഒഴിവാക്കാനാണ് ഇങ്ങനെയൊരു വഴിപാടുകൂടെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത പുണർതം നക്ഷത്രക്കാരാണ്. പുണർത്തിൻ്റെ ആദ്യ 3/4 ഭാഗം മിഥുനക്കൂറിലും ബാക്കി കർക്കിടകം രാശിയിലുമാണ് ഉൾപ്പെടുന്നത്. അപ്പം നിലവിലുള്ള ഗ്രഹസ്ഥിതി നോക്കുമ്പം മിഥുനക്കൂറുകാർക്ക് പൂർണ്ണമായും ഗുണകരമല്ല പുണർതം നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് ഏറെ പണം മുടക്കിയുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് നല്ലപോലെ ആലോചിച്ചും നന്നായിട്ട് അതിനെപ്പറ്റി വിവരം ശേഖരിച്ചും മാത്രമേ ചെയ്യാവുള്ളൂ. ലക്ഷ്യം നേടാനായിട്ട് വീണ്ടും വീണ്ടും പരിശ്രമിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം.
പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പെട്ടെന്ന് പ്രകോപിതനാകാനുള്ള സാധ്യതയുണ്ട്. വീട് നിർമ്മാണം മന്ദീഭവിക്കാൻ, അതായത് പതുക്കെയാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടാനിടയുള്ള കാലഘട്ടമാണ്. ജന്മക്കൂറിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം. ചെലവിന് നിയന്ത്രണം വന്നില്ലെങ്കിൽ കടബാധ്യതകൾ ഉണ്ടാകാനിടയുള്ള കാലഘട്ടമാണ്. കർക്കിടകക്കൂറുകാരായ പുണർതം നക്ഷത്രക്കാർക്ക് ഒക്ടോബർ പകുതി വരെ ഗുണകരമായ കാലഘട്ടമാണ്. അതിനുശേഷം അത്ര ഗുണകരമല്ല. കാരണം ചൊവ്വ കർക്കിടകത്തിലേക്ക് മാറും. അപ്പം പുണർതം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, വിഷ്ണു ഭഗവാന് പക്കപ്പിറന്നാൾ ദിവസം തുളസിമാല സമർപ്പിക്കുക. ഈ ഒക്ടോബർ മാസത്തിലെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസം തുളസിമാല സമർപ്പിക്കുക. ശാസ്താവിനും ശിവനും ദുർഗാദേവിക്കും യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള ധനത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് തൃപ്തികരമായ വഴിപാടുകൾ ചെയ്യുക. അത് കൂടുതൽ ഐശ്വര്യം ലഭിക്കാൻ വളരെ ഗുണകരമാണ്. അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പേരിലും ഓരോ അർച്ചന കൊടുക്കുക. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമക്ഷേത്രത്തിലോ ഒരു അർച്ചന കൊടുക്കുക. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കാനായിട്ട് ഏറ്റവും ഉത്തമമാണ്. അടുത്ത പൂയം നക്ഷത്രക്കാരുടെ ഫലമാണ്. പൂയം നക്ഷത്രം കർക്കിടകക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അവർക്ക് ആദിത്യൻ 3-ാം ഭാവത്തിലും 4-ാം ഭാവത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അത് ഗുണകരമാണ്. ആദിത്യൻ കന്നിരാശിയിൽ സഞ്ചരിക്കുമ്പോൾ തൊഴിലിൽ ഉന്നതി ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ശമ്പളമൊക്കെ വർദ്ധിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക ക്ലേശങ്ങൾ കുറയുന്നു. പരാശ്രയത്വം കുറയുന്നു. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരുന്നവർക്ക് സ്വന്തമായിട്ടുള്ള ചില വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. അവർക്ക് പഠിക്കാനുള്ള ഉത്സാഹമൊക്കെ ഉണ്ടാകും. നല്ല മാർക്കോടുകൂടി പരീക്ഷകൾ പാസ്സാകാൻ സാധിക്കും. ഒക്ടോബർ 17 ആകുമ്പോഴത്തേക്കും സൂര്യൻ തുലാം രാശിയിലേക്ക് കടക്കും. അതിന് മുമ്പായിട്ട് വീട് മോടി പിടിപ്പിക്കാനുള്ള നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒക്ടോബർ 20 ചൊവ്വ കർക്കിടകത്തിലേക്ക്, അതായത് കർക്കിടകക്കൂറുകാരുടെ ജന്മത്തിലേക്ക് ചൊവ്വ സംക്രമിക്കും. അപ്പോൾ അത് ചില പ്രതികൂലതകൾ ഉണ്ടാക്കും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. പിന്നെ ശത്രുശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിരോധികളുടെ പ്രവർത്തനം. അപ്പോൾ അത് നമ്മളെ വലിയ ദോഷകരമായിട്ടൊന്നും ബാധിക്കുകയില്ല. പക്ഷേ മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഈ മാസത്തിൻ്റെ മധ്യത്തിന് ശേഷം എല്ലാ കാര്യത്തിലും അല്പം തടസ്സം അല്ലെങ്കിൽ ഒരു മെല്ലപ്പോക്ക്, ഒരു ലാഗിങ് അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. പൂയം നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ, സൂര്യക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ സൂര്യക്ഷേത്രത്തിൽ തന്നെ പ്രാർത്ഥിക്കുക, അർച്ചന ചെയ്യുക. പിന്നെ ആദിത്യ ഹൃദയം ജപിക്കുന്നത് വളരെ നല്ലതാണ്. സൂര്യൻ്റെ ആനുകൂല്യം ഏറ്റവും നന്നായിട്ട് ലഭിക്കാനായിട്ട് അത് ഇടയാകും. വിഷ്ണു ഭഗവാന് പക്കപ്പിറന്നാൾ ദിവസം തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് സാമ്പത്തികമൊക്കെ അനുകൂലമാണെങ്കിൽ ഒരു പാൽപ്പായസം കൂടെ സമർപ്പിക്കുന്നത് ഗുണകരമാണ്. പിന്നെ ശാസ്താവിനും ശിവനും ദുർഗാദേവിക്കും യഥാശക്തി വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. അർച്ചനകളോ വിളക്കുകളോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. വളരെ ജോലിക്കൊക്കെ നന്നായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ ഒരു നിലവിളക്ക് വാങ്ങിച്ച് സമർപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് കുടുംബ ഐശ്വര്യത്തിനും ഉപകാരപ്രദമാകുന്നതാണ്. അടുത്ത ആയില്യമാണ്. ഈ ആയില്യ നക്ഷത്രം കർക്കിടകക്കൂറിൽ തന്നെ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. അപ്പോൾ ആയില്യ നക്ഷത്രക്കാർക്ക് പല നേട്ടങ്ങളും ഈ സമയത്ത് കിട്ടും. സൂര്യൻ 3-ാം രാശിയിലും 4-ാം രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്വസ്ഥതയും മനസ്സമാധാനമൊക്കെ കിട്ടും. സഹപ്രവർത്തകരിൽ നിന്ന് സഹകരണമൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു നേതൃപദവി എല്ലായിടത്തും ലഭിക്കുന്നതായിട്ട് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കഴിവുകൾ നന്നായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. നിക്ഷേപങ്ങളൊക്കെ നല്ലതായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവർക്ക്, ഷെയർ മാർക്കറ്റിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കി നിക്ഷേപം ചെയ്യുന്ന ആയില്യ നക്ഷത്രക്കാർക്ക് ഭാവിയിൽ ഗുണമുണ്ടാകുന്നതാണ്. അപ്പം ഈ നമ്മൾ ഓരോ ഷെയർ വാങ്ങിക്കുമ്പോഴും അതിൻ്റെ ടാർഗറ്റുകൾ നിശ്ചയിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഉയർന്ന വില എത്ര വരെ പോകാം, അല്ലെങ്കിൽ താഴ്ന്ന വില എത്ര വരെ പോകാം എന്നുള്ള ഒരു ഫ്രെയിം, ആ പ്രൈസ് റേഞ്ച് അത് നിശ്ചയിക്കുന്നത് വളരെ പ്രധാനമാണ്. അത് സാധിക്കുന്നതാണ് ബുധൻ്റെ ഗുണം കൊണ്ട്. അവിവാഹിതരെ സംബന്ധിച്ചിടത്തോളം നല്ല ആലോചനകളൊക്കെ വരികയും വിവാഹം ഉറയ്ക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഭൂമി വിൽപ്പനയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
ധനം ഇടപാടിലും പ്രമാണം എഴുതുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടാകാം. കുടുംബാംഗങ്ങളുമൊത്ത് ചെറിയ യാത്രകളൊക്കെ ചെയ്യാൻ അവസരമുണ്ടാകും. പുതിയ വാഹനം വാങ്ങിക്കാനായിട്ട് യോഗം ഉണ്ട്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചിലവ് വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലെ വൃദ്ധജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് പൂർണ്ണ ഗുണം എന്ന് പറഞ്ഞുകൂടാ, എങ്കിലും സാമാന്യം നല്ല ഒരു അവസ്ഥയാണ് ഉള്ളത്. ഭൂമി വിൽപ്പനയിൽ ഉള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഈ വാഹനം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കണം എന്നുള്ളതും ഓർത്തിരിക്കണം. ഏതെങ്കിലും ഒരു വാഹനം വാങ്ങിച്ചാൽ പോരാ, നമ്മുടെ ആവശ്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കുന്നതാണ് നല്ലത്. പിന്നെ ആ കമ്പനി നല്ലതാണോ എന്നുള്ളത് ഉപദേശവും, അതുപോലെ തന്നെ ഗൂഗിളിനകത്ത് കയറി സെർച്ച് ചെയ്ത് റേറ്റിംഗ് ഒക്കെ നോക്കണം. നല്ല റേറ്റിംഗ് ഉള്ള വാഹനമാണോ, അതുപോലെ തന്നെ കമ്പനിയുടെ സർവീസൊക്കെ എങ്ങനെയുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം 2 കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ആയില്യം നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകളെപ്പറ്റി നോക്കുമ്പം പ്രധാനമായിട്ടും സർപ്പപ്രധാനമായ വഴിപാടുകൾ ചെയ്യണം. ശിവനും സർപ്പദൈവങ്ങൾക്കും വഴിപാട് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. സർപ്പത്തിനൊരു പട്ട് സമർപ്പിക്കുക, ഒരു മഞ്ഞൾപ്പൊടിയും സമർപ്പിക്കുക. ദുർഗാദേവിക്ക് അർച്ചന നടത്തുക, ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം നേദിക്കുന്നത് വളരെ ഗുണകരമാണ്. വാക്ക് തെളിയാനും ബുദ്ധിശക്തി വികസിക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ആയില്യം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർ ഈ പഞ്ചാമൃതം നേദിച്ച ശേഷം അത് വാങ്ങിച്ച് കഴിക്കുക. വളരെയേറെ ഗുണമുണ്ടാകും. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിലൊന്നാണ് പഞ്ചാമൃതം. മാത്രമല്ല അതൊരു ഔഷധവും കൂടി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ കുറേശ്ശെ കഴിക്കുക, ഔഷധം കഴിക്കുന്നത് പോലെ കുറേശ്ശെ കഴിക്കുക. അപ്പം അത് നമുക്ക് വളരെ ഗുണകരമാണ്. ബുദ്ധിയൊക്കെ തെളിയും, അയണിൻ്റെ അംശമൊക്കെ ക്രമപ്പെടുന്നതാണ്. അങ്ങനെ കുറേയേറെ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തെ ഫലമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ നവരാത്രി കാലം എല്ലാവർക്കും വളരെ ഗുണകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് അടുത്ത 2 ഭാഗങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.